ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് 97 മോഡൽ പ്രീമിയർ പത്മിനി കാറിനെയാണ്. അത് റീസ്റ്റോർ ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു 97 മോഡൽ പ്രീമിയർ പത്മിനി റീസ്റ്റോർ ചെയ്തപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ എക്സ്റ്റീരിയറിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം. ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. റൂഫ് ടോപ്പ് വൈറ്റ് കളറിലും അതുപോലെ തന്നെ ബോഡി ബ്ലൂ കളറിലുമാണ് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ ചുറ്റിലുമായിട്ട് ഒരു ക്രോം ഫിനിഷിലുള്ള ബീഡിങ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ക്ലാസ് ഫീൽ നമുക്ക് ഈ ഒരു വണ്ടി തരുന്നുണ്ട്. അതുപോലെ തന്നെ പഴയൊരു കാലത്തെ വണ്ടിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു റീസ്റ്റോറേഷൻ വർക്കും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി റീസ്റ്റോറേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്ന 3 വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത് പ്രൊജക്ടർ ഹെഡ്ലൈറ്റുകളാണ്. അതുപോലെ തന്നെ വീൽ ബേസ് 15 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഈ ഒരു വണ്ടിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ റൂഫ് ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ഒരു സൺ റൂഫും ഘടിപ്പിച്ചിരിക്കുന്നു. ഈ 3 ഘടകങ്ങളും മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് 97-ലെ അതേ പ്രീമിയർ പത്മിനിയെ തന്നെയാണ് ഈ ഒരു റീസ്റ്റോറേഷൻ കഴിഞ്ഞിട്ടുള്ള പത്മിനിയിലും കാണാൻ സാധിക്കുന്നത്. ഇതില് ഹെഡ്ലൈറ്റ് നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ബുള്ളറ്റിനും അതുപോലെ തന്നെ താറിനൊക്കെ വരുന്ന 7 ഇഞ്ച് LED പ്രൊജക്ടർ ടൈപ്പ് ഹെഡ്ലൈറ്റ് ആണ് വെച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഏതെങ്കിലും ഒരു ഹെഡ്ലൈറ്റിന്റെ ഫ്രെയിം എടുത്തുകൊണ്ട് ഇതിലേക്ക് സൂട്ടാക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റാണ്. 7 ഇഞ്ച് LED പ്രൊജക്ടർ കറക്റ്റ് ഇതിന് ഫിറ്റായിരിക്കും. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ നല്ല കുഴപ്പമില്ലാത്ത വെളിച്ചം വൈറ്റ് ലൈറ്റ് തരുന്നുണ്ട്. പിന്നെ പാർക്ക് വിത്ത് ഡേ ലൈറ്റ് വിത്ത് ഇൻഡിക്കേറ്റർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. അത് കൂടുതലും നമുക്ക് അത് ആദായകരമായ വിലയിൽ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ ഈ ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയുള്ള ഓൺലൈൻ സൈറ്റുകളിൽ ഏകദേശം 2500 രൂപയ്ക്കൊക്കെ ഇതിൻ്റെ ഒരു സെറ്റ് ഹെഡ്ലൈറ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഇത് 97 മോഡല് 1098 cc ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഫിയറ്റിന്റെ ഒറിജിനൽ കമ്പനി എഞ്ചിൻ തന്നെയാണ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് വണ്ടിയുടെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. റീസ്റ്റോർ ചെയ്തതിന് ശേഷം ഇന്റീരിയർ എത്രയധികം മാറ്റം വന്നിട്ടുണ്ട് എന്ന് നോക്കാം. അതുപോലെ തന്നെ വണ്ടിയുടെ ക്ലസ്റ്ററുകൾ, ഡാഷ്ബോർഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ കണ്ടറിയാം. അതുപോലെ തന്നെ ഇന്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലാക്ക്, ബീജ്, അതുപോലെ തന്നെ ബ്ലൂ എന്നീ കളറുകളിലാണ് ഇതിന് ഇന്റീരിയർ ചെയ്തിരിക്കുന്നത്. ഡാഷ്ബോർഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ബ്ലൂ കളർ ഡാഷ്ബോർഡിന്റെ ഫ്രണ്ടിൽ ഒരു ബ്ലൂ കളറും അതുപോലെ തന്നെ ബീച്ച് കളറുമാണ്. സീറ്റിലേക്ക് വരികയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് ബീച്ച് കോമ്പിനേഷൻ ആണ്. ഇത് വളരെയധികം ഭംഗി ഈ ഒരു വണ്ടിക്ക് നൽകുന്നുണ്ട്. ഈ ഒരു കളർ കോമ്പിനേഷൻ ഈ ഒരു വണ്ടിയുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു ലക്ഷറി ഫീലിംഗ് ആണ് തരുന്നത്. ഇന്റീരിയറിൽ പറയത്തക്ക മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. നമുക്ക് കാണുന്നത് പോലെ തന്നെ ഒരു AC വെന്റിലേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമാണ് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ AC ഫിറ്റ് ചെയ്തിട്ടുള്ളത് അംബാസഡറിനൊക്കെ വരുന്ന സൂപ്പർ കിങ് AC ആണ് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് സൺറൂഫ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പലാസ്റ്റയുടെ സൺറൂഫാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്.
പിന്നെ ബാക്കി മിറർ അതൊക്കെ ചെറുതായിട്ട് ചെറിയ ഓൾട്രേഷനൊക്കെ നടത്തിക്കൊണ്ട്, പിന്നെ പെയിൻറ്റിങ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേച്ചേരി സേവിയർ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരനാണ് അതിൻ്റെ പെയിൻറ്റിങ്. അത് പഴയ കാലത്തൊട്ടുള്ള ഒരു പെയിൻറ്ററാണ്. ഈ അംബാസഡർ, ഫിയറ്റ്, കോണ്ടസ് അങ്ങനെയുള്ള പഴയ വണ്ടികളൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു പെയിൻറ്ററാണ്. അപ്പോൾ ടോട്ടലി ഇത് പഴയ വണ്ടികളോടുള്ളൊരു ഭ്രമം തോന്നിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു റെസ്റ്റോറേഷനാണ്. ഇത് ഒരു എറണാകുളത്ത് നിന്നാണ് പോയി എടുക്കുന്നത്. വണ്ടിയുടെ പഴയ രൂപം കണ്ടു കഴിഞ്ഞാൽ ഇത് തന്നെയാണോ എന്നുള്ളൊരു സംശയം ഒരുപക്ഷെ എല്ലാവർക്കും വന്നേക്കാം. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ടയറിലൊക്കെ ചെറിയ ചെറിയ ഓൾട്രേഷനൊക്കെ വരുത്തിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഫിയറ്റിൻ്റെ ടയർ നമ്മളിപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾട്ട് ടൈപ്പാണ് സാധാരണ വരാറ്. അത് നമ്മളിപ്പോൾ അത് ലേത്തി കൊണ്ടുപോയിട്ട് നട്ട് ഇട്ടുകൊണ്ട് ബോക്സ് നട്ട് ഇടുന്ന മോഡലാക്കിയിട്ടുണ്ട്. അലോയിൽ അത് 15 ഇഞ്ച് അലോയ്സ് ആൻഡ് ലോ പ്രൊഫൈൽ ടയറാണ് ഇപ്പോൾ ഇതിൽ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി ഇന്റീരിയൽ എന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ട് 2 ബക്കറ്റ് സീറ്റ്, അത് ഷെവർലെറ്റ് ബീറ്റിൻ്റെ ബക്കറ്റ് സീറ്റാണ് വെച്ചിരിക്കുന്നത്. ബാക്കി ഇന്റീരിയലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂത്തോള് ജയൻ എന്ന് പറയുന്ന ഇന്റീരിയൽ ചെയ്യുന്ന വ്യക്തിയാണ് നമുക്കിത് ഇന്റീരിയൽ നമുക്ക് അത്രയും മനോഹരമായി ചെയ്തത്. ഏകദേശം ഇതിൻ്റെ റീസ്റ്റോറേഷൻ ചാർജ് എന്ന് പറയുന്നത് ഒരു 1 lakh താഴെയാണ് വന്നിരിക്കുന്നത്. അത് പെയിൻറ്റിങ്, അതുപോലെ തന്നെ സൺറൂഫ്, അലോയ്സ്, പിന്നെ ബാക്കി എല്ലാ മോഡിഫിക്കേഷൻ ഫിറ്റിങ്സും അടക്കം വന്നിരിക്കുന്നത് 1 lakh താഴെയാണ്. ഒരുപക്ഷെ ഏതൊരു ഫിയറ്റ് പ്രേമിക്കും ഏതൊരു ഫിയറ്റും എടുത്ത് പണ്ട് നല്ല രീതിയിൽ കൊണ്ടു നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നല്ല ഒരു കുറഞ്ഞൊരു തുകയ്ക്ക് ചെയ്തെടുക്കാവുന്നതാണ്.